ഇന്നത്തെ സ്വരലയം സെഗ്മെന്റിൽ നമ്മൾ അനുസ്മരിക്കുന്നത് മലയാളികൾക്ക് ഏവർക്കും വളരെ പ്രിയങ്കരനായ നടൻ സത്യൻ മാസ്റ്ററിനെ കുറിച്ചാണ്. തിരുവനന്തപുരം സ്വദേശിയായ സത്യൻ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ ശരിയായ നാമധേയം സത്യമേശൻ എന്നാണ്. സത്യമേശനാണ് ഒടുവിൽ സത്യൻ എന്ന പേരിൽ പ്രശസ്തനായത്. അദ്ദേഹം മലയാളം ഹയറും 10ാം ക്ലാസ്സും പഠിച്ച ശേഷം അദ്ദേഹത്തിന്റെ 16ാം വയസ്സിൽ ട്രിവാൻഡ്രത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ മലയാളം അധ്യാപകനായി ജോലി നോക്കി. അതിനുശേഷം ബ്രിട്ടീഷ് സൈന്യത്തിൽ കമ്മീഷൻസ് ഓഫീസറായി ജോലി നോക്കി. ആ സമയത്ത് അദ്ദേഹം ബർമ യുദ്ധത്തിലും ജപ്പാനെതിരെ ഇൻഡോ ചൈന യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തു. സൈനിക സേവനത്തിന് ശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി ജോലി നോക്കി. അതിനുശേഷം തിരുവിതാംകൂർ പോലീസിലെ സബ് ഇൻസ്പെക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം അദ്ദേഹം പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു ഫിലിമിൽ ഓഫർ വരുന്നത്, ത്യാഗസീമ എന്ന സിനിമയിൽ. പക്ഷെ ആ സിനിമ വെളിച്ചം കണ്ടില്ല. അതിനുശേഷം മെറിലാൻഡ് അവരുടെ പ്രൊഡക്ഷനായ ആത്മസഖി എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ബ്രേക്കായി തീർന്നത് മുടിയനായ പുത്രൻ എന്ന ചിത്രമാണ്. 19 വർഷങ്ങൾക്കുള്ളിൽ 181 ചിത്രങ്ങളോളം അദ്ദേഹം അഭിനയിച്ചു. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ചെമ്മീനിലെ പളനി, വാഴവ്യമായത്തിലെ സുധീന്ദ്രൻ, കടൽപ്പാലത്തിലെ കൈമൾ, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ചെല്ലപ്പൻ, ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, അശ്വമേധത്തിലെ ഡോക്ടർ തോമസ്, യക്ഷിയിലെ ശ്രീനി, ഇങ്ങനെ എത്രയോ കഥാപാത്രങ്ങളെ അദ്ദേഹം അനശ്വരമാക്കി. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നിരവധി പാട്ടുകൾ മനസ്സിലൂടെ ഓടിയെത്താറുണ്ട്. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. സത്യമേശൻ എന്ന സത്യൻ മാസ്റ്റർ മലയാളത്തിന്റെ ഒരു യുഗപുരുഷൻ. അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു മൂളലാണ്. അതിന് ഭയങ്കര ശക്തിയാണ്. കാരണം എന്തിനും ഏത് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു മൂളലിൽ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം മൂളുന്ന ആ മൂളൽ അതൊരു സ്റ്റാമ്പാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില സീൻസ് എനിക്ക് മനസ്സിൽ ഓടിയെത്തുന്ന അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തില് ഒരു പാട്ട് വരുന്നുണ്ട്. അതായത് പ്രവാചകന്മാരെ പറയൂ പ്രകാശമകലയാണോ. ഈ ഗാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബീഡി വലിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്ന ഒരു രംഗമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു അനശ്വരമായിട്ടുള്ള ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രചോദനം എവിടുന്നാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ചിത്ര പറഞ്ഞ പോലെ ഇത്രയും യാത്ര ചെയ്തൊരു മനുഷ്യനാണ്. പല രീതിയിലും പോലീസ് ഓഫീസറായിട്ടും അധ്യാപകനായിട്ടുമില്ല. അതുപോലെ തന്നെ പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ മനോഹരമായ ഈ ഗാനമാണ് പിന്നെ അദ്ദേഹം തുഴയുന്നത് എന്റെ മനസ്സിൽ രാഗിണിയുമൊത്ത് തുഴയുന്നത്. പിന്നെ ചെമ്മീനിലുള്ള കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ. അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പവർ, ആ തോണിയൊക്കെ തുഴഞ്ഞു വരുന്നതിന്റെ ഒരു ശക്തി, അതൊരു നടനായിട്ടല്ല, അദ്ദേഹം ശരിക്കും ജീവിക്കുകയായിരുന്നു. ഒടുവിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് എന്റെ ചേട്ടൻ എം.ജി. രാധാകൃഷ്ണൻ മദ്രാസിൽ പോയി പാടിയ ഒരു ഗാനമുണ്ട്. അതായിരുന്നു സത്യൻ മാസ്റ്ററിന്റെ അവസാന ചിത്രവും ഗാനവും, ശരശയ്യ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാമി ബോധത. ഈ ഗാനമാണ് അദ്ദേഹം അവസാനമായി പാടി അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ നമിക്കുന്നു. എനിക്ക് പറയാനുള്ള, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വളരെ വലിയ ഫാനാണ്. കാരണം എന്റെ ഫാമിലി മൊത്തത്തില് സത്യൻ മാഷിന്റെ ഫാനായിരുന്നു. ഇതിലെടുത്ത് പറയേണ്ട എന്റെ ഒരു അങ്കിള് രാജമാവൻ
വളരെ രാജമോഹൻ ഒരിക്കലും വീട്ടിൽ കാണാറില്ല. സത്യൻ മാഷിന്റെ പടം റിലീസിന്റെ അന്ന് ഞങ്ങളെയൊക്കെ ഫിലിമിന് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ തന്നെ രാജമോഹൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പ് സത്യൻ മാഷിന്റെ പടമാണ്. അപ്പം ചെറുപ്പം മുതലുള്ള ഒറ്റ പടം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, ഞാൻ പറഞ്ഞ പോലെ ആ മൂളലും, ഞാനിങ്ങനെ ഓരോ ഫിലിം ഇങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു. ഒരു ഗസ്റ്റ് റോള് ചെയ്താലും ഒരു 5 മിനിറ്റ് വന്നിട്ട് പോയാൽ ആ ഒരു പ്രസൻസ് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ് സത്യൻ മാഷിന്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു താരജോഡി എന്ന് പറഞ്ഞ സത്യൻ മാഷും രാഗിണി അമ്മയും കൂടെ ചേർന്നുള്ള കുറെ ഇഷ്ടംപോലെ പടങ്ങള്. അപ്പൊ അതുപോലെ സത്യൻ മാഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന താഴമ്പോ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്ന ഗാനം നമുക്ക് ആർക്കാ മറക്കാൻ പറ്റുക?